Hello friends, welcome to my YouTube channel. This is me Nurjahan. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് രാവിലെ പുറത്ത് പോയായിരുന്നു. പുറത്ത് മീൻസ് എന്താ പറയുക, എറണാകുളം വരെ ഒന്ന് പോയായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ വീഡിയോ എടുക്കാനായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളടുത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എന്താ പറയുക, വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടി ആയിട്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ട്രയലാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ട്രൈപോഡ്. ഒരു സ്റ്റാൻഡാണ്, ഫോൺ വെച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പം എനിക്ക് ആക്ച്വലി സ്റ്റാൻഡ് ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ പുറത്താണ്, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലത് വേണ്ടേ. അപ്പോൾ സോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വീട്ടിലില്ല. അപ്പം കുറച്ചും കൂടി ഇതൊക്കെ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്, അതായത് ഇത് കട്ടിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എന്താ പറയുക, അപ്പം ഫോൺ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പം ഞാനിങ്ങനെ ബാഗ് പിന്നെ പെട്ടി അത് ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഫോൺ വെക്കാനായിട്ട്, ട്രൈപോഡ് സ്റ്റാൻഡ്. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സംഭവം, ഇതാണ് സാധനം. ഇത് അതിൽ കിട്ടിയതാണ്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയാൽ മതി. അപ്പോൾ അതേപോലെ 1 2 3 മൂന്നെണ്ണം ഉണ്ട് ഈ ലെങ്ത്ത് കൂട്ടാൻ പറ്റിയ. ഇത് കണ്ടോ, അപ്പം അങ്ങനെ ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ അത് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഇത് കണ്ടോ, താഴത്ത് ഇത് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ ലെവലിനനുസരിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം ജസ്റ്റ് ഒന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വെച്ചിട്ട് കാണില്ലല്ലേ ഗൈസ്, സ്ഥലം പരിമിതമാണ്. വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഇവിടെ വെക്കാം. ഇപ്പം ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചെടുത്ത് ബാക്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അടിവശം കണ്ടോ, ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഫോൺ വെക്കാൻ പറ്റും. അപ്പോൾ ഫോൺ ഇതെൻ്റെ പഴയ ഫോണാണ് കഴിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ ഇതേപോലെ ഫോൺ വെക്കാം നമുക്ക്. ഇതേപോലെ ഫോൺ വെക്കാം. പിന്നെ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റാൻഡല്ലേ ഇതിപ്പോൾ, അപ്പോൾ വീഡിയോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് റൊട്ടേഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതേ കണ്ടോ, അങ്ങനെ ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പല ആംഗിളിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഇതിപ്പോൾ ഇങ്ങനെ വെക്കണതല്ലേ, സ്ട്രൈറ്റ് വെക്കണതല്ലേ കാണിച്ചു തന്നത്.
അത് തന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുള്ള രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അഴിച്ചിട്ട് ഇവിടെയും ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ വെച്ചത്. ഇതേ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ട്. ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡും കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഇത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ റീൽസൊക്കെ എടുക്കണ പോലെയില്ലേ, അതേ കണക്ക് ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് യൂസ് ആക്കാം. കണ്ടോ, ഇങ്ങനെയും നമുക്ക് ഈ ഫോൺ യൂസ് ആക്കാം വീഡിയോ. അപ്പം വീഡിയോ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. അത് നമുക്കിത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പം കറക്റ്റ് ആ ഒരു ലെവലിൽ ടൈറ്റായിട്ട് നിന്നോളും. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വലിപ്പം കൂട്ടണതുണ്ട്, സ്റ്റാൻഡ് ഹൈറ്റ് കൂട്ടണതുണ്ട്. പിന്നെ ഇത് നമുക്ക് രണ്ട് രീതിയിലും വെക്കാം. ഫോണിൽ ഈ ഒരു ലെവലിലും വെക്കാം, ഈ ഒരു ലെവലിലും വെക്കാം. കറക്റ്റ് ഈ ഒരു സ്ട്രൈറ്റ് സ്റ്റാൻഡിൽ തന്നെ. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ആംഗിൾ ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. അപ്പം എല്ലാ രീതിയിലും നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് മുമ്പോട്ട് അങ്ങോട്ട് നല്ല നല്ല വീഡിയോസിനൊക്കെ ഈ ഒരു സ്റ്റാൻഡ് ഹെൽപ്ഫുള്ളായിട്ട്, അതായത് ക്യാമറാമാനായിട്ടൊന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് ആരും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണം. അപ്പം ഇങ്ങനെ ഒരു ഉപകരണം കിട്ടി. പിന്നെ വാങ്ങിച്ചു. ഇതിന് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജെമേരിയുടെ ട്രൈപോഡാണ്. പ്രൊഫഷണലൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇതിന് വന്നിട്ട് 1400 രൂപ ആ റേറ്റിൽ ആണ് സാധനം കിട്ടിയേക്കണം. അപ്പോൾ 1400 രൂപയുടെ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നല്ല സാധനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അല്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഓക്കെ, സെറ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ പോലെ ചെയ്തതാണ്. അപ്പം ഇതിലായിരിക്കാം പിന്നെ തുടങ്ങി നമ്മളെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാനൊരു മൈക്ക് വാങ്ങിച്ചു ഗൈസ്. ഡിജിടെക്കിൻ്റെ മൈക്കാണ്. ഡിജിടെക്കിൻ്റെ മൈക്കാണ്. വയർലെസ്സാണ്. നമുക്കിപ്പോൾ വയർലെസ് ആയിരിക്കും യൂസ്ഫുള്ള്. അപ്പം കാണിച്ചു തരാം ഞാൻ. ഇത് നമ്മളെ ഫോണിലായിട്ട് കണക്ട് ചെയ്യണ ഭാഗമാണ്. പിന്നെ ഇതാണ് നമ്മളെ മൈക്ക്. ഇതാണ് മൈക്ക്. ഇത് നമുക്ക് മറ്റേ സൗണ്ടൊക്കെ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റിയ ടൈപ്പ്. ഇതിങ്ങനെ വെച്ചാൽ മതി. അപ്പം ഈ വിൻഡ് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് നമ്മളെ ശ്വാസം, അതിൻ്റെയൊക്കെ സൗണ്ട് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും വോയിസ്. അപ്പം പൗച്ചിൽ വന്നിട്ട് ഒരു കേബിൾ കൂടി ഉണ്ട്. അതായത് ഇത് ചാർജ് ചെയ്യാനുള്ള, വയർലെസ് ആയിട്ട് നമുക്കിത് ചാർജ് ചെയ്യണമല്ലോ. സോ അതിനായിട്ടൊരു കേബിളും കൂടി ഇതിലുണ്ട്. സി ടൈപ്പ് കേബിളാണ്. നമ്മൾ ഐഫോണിൻ്റെ വയർലെസ് കണക്റ്റിംഗ് ആണ്. ഇത് കണ്ടോ, ഐഫോണിൻ്റെ ആണ്. അപ്പം ഇതാണ് സംഭവം. അപ്പം ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യണം. സോ അത് എനിക്ക് പോരായ്മകളൊക്കെ ഉണ്ടോ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. സോ കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് അല്ലേ, ഇനിയിപ്പം
നല്ല രീതിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അപ്പോൾ ഇനി തുടങ്ങിയപ്പം നമുക്ക് സംസാരിക്കാനായിട്ട് മൈക്ക് കിട്ടി, മൈക്ക് വാങ്ങിച്ചു, സ്റ്റാൻഡായി. പിന്നെ നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കണ്ടൻ്റായിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക, ഈ ട്രാവൽ വ്ളോഗ്, ഫുഡ് വ്ളോഗാണ്, നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയൊക്കെയല്ലേ. അപ്പം ക്രാഫ്റ്റ് വർക്കിനായിട്ട് ഞാൻ കുറച്ച്, എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് പെയിൻറ്റിങ് ഇത് കളർ പെൻസിൽസും സ്കെച്ച് അതൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ വാട്ടർ കളർ വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ കളറല്ല, പെയിൻറ്റിങ് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും കളേഴ്സ് ഉണ്ട്, അപ്പം ഫാബർ കാസ്റ്റലിൻ്റെ കളറാണ് വാങ്ങിച്ചിരിക്കണം, പോസ്റ്റർ കളേഴ്സ്. അപ്പം പോസ്റ്റർ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എംബ്രോയ്ഡറി, ഞാൻ ഫാഷൻ ഡിസൈനിങ്, ഞാൻ ഒരു +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ചെറിയൊരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. സോ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ASAP എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിരുന്നു, അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പലരിലും കേട്ടിട്ടുണ്ടാവും, ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു സ്കീമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടെസ്റ്റ് ബേസ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ ആണ്. അപ്പം അതിന് നമുക്ക് പുറത്തൊക്കെ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പോകാം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പഠിച്ച കൂട്ടത്തിൽ എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഓർമ്മയുണ്ടോ ചോദിച്ചാൽ കറക്റ്റ് ഓർമ്മയൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ യൂസാക്കാനായിട്ടുള്ള ത്രെഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇത്രയും കളേഴ്സ്. തൽക്കാലം ഞാൻ ഇത്രയും കളേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പുകപ്പുകെ നോക്കാം. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്മൈലി, എനിക്ക് ചിരിക്കാൻ പേടിയാണ്, എന്നാലും പോസിറ്റീവായിട്ട് ഉള്ളൊരു വൈബല്ലേ നമ്മൾ സ്മൈലീസൊക്കെ കാണുമ്പോൾ. സോ സ്മൈലീസും പിന്നെ പ്രിൻസസിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഒബ്വിയസ്ലി ഒരു പെൺകുട്ടിയാണല്ലോ, സോ എനിക്ക് അതിൻ്റെ അടുത്തൊക്കെ ആയിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്. പിന്നെ നമ്മളെ ചിത്രശലഭം, ബട്ടർഫ്ലൈ, എനിക്കിഷ്ടമാണ് ബട്ടർഫ്ലൈ. അപ്പോൾ ബട്ടർഫ്ലൈയുടെയും കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കളർ പേപ്പേഴ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ കളേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സൊക്കെ ഉണ്ട്. വേണ്ട, പച്ച, റെഡ്, ഓറഞ്ച്, മഞ്ഞ, നീല, വയലറ്റ്, അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്രിക, പശ, കണ്ടോ, പശകൾ പലതരം വാങ്ങിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്യൂട്ടാവണമെന്ന് അറിയത്തില്ലല്ലോ. കുറച്ച് പശകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തൽക്കാലം ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈപോഡ് വാങ്ങിച്ചു. പിന്നെ മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മതിയായിരുന്നു. മീൻസ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നിങ്ങളുടെ ഭാഗത്തും കൂടി ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.